അവൻ വിചാരിച്ച് അള്ളാഹ്ക്ക് കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ വഹാബിയാകുക. അടുത്തത് കേട്ടോ, വക റദ്ദി സ്വഹാബ ഫിൽ ഖുതുബത്തിൽ അറബിയ ഫിൽ ജുമുഅ മഅ കൗനിൽ മുസ്തമിഈന അജ്മീൻ. അനറബി ഭാഷ സംസാരിക്കുന്ന ആളുകളോട് അനറബി ഭാഷയിൽ ഖുതുബ ഓതണം എന്നൊരുത്തൻ വാദിച്ചാൽ അവൻ സ്വഹാബത്തിനെയും മുൻഗാമികളെയും ഇജ്മാഇനെയും തള്ളിയവനാണ്. അവൻ വിശ്വാസത്തിൽ തന്നെ പഴച്ച പുത്തൻവാദിയാണ്. അവനുമായി ബന്ധം പാടില്ല. കാരണം കേട്ടോ, ഖാല ഇബ്നു ഹജറുൽ ഹൈതമി വഗൈറുഹു മിനൽ മുഅർരിഖീന വൽ ഉലമാഇൽ ഇളാം അന്ന ഇത്തിബാഅ അസ്-സലഫി വൽ ഖലഫ് കൗനു ഖുതുബത്തിൽ ജുമുഅ ബിൽ അറബിയ്യ. ജുമുഅ ഖുതുബ അറബിയാകണമെന്നത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബത്തും രണ്ട് ഇമാമിങ്ങൾ മാത്രമല്ല, മുൻഗാമികൾ ഒറ്റയടിക്ക് പറഞ്ഞതാണ്. അതിൽ തവാബി എന്ന വ്യത്യാസമല്ല. അങ്ങനത്തെ വിശ്വാസം തെറ്റാണെന്നും അനറബി ഭാഷയിൽ ഓതാമെന്ന് പറയുകയും ചെയ്തതോടെ അയാൾ പുത്തൻവാദിയാണ്, അയാളോട് ബന്ധം പാടില്ല എന്ന് മർക്കസിലെ മുദർരിസും നിങ്ങളുടെ മുശാവറ നേതാവുമായിരുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുകയാണ്. എന്തായി എഴുതുമ്പോ നോക്കണ്ടേ? നിങ്ങൾ വാദിച്ച എന്താണ്? നിങ്ങള് കുനൂത്ത് പോലല്ലത്. കുനൂത്ത് ഹനഫി മദ്ഹബിൽ വേണ്ട, ഇവിടെ വേണമെന്നൊക്കെ ഉണ്ടാവും. എന്നാൽ അറബി ഭാഷയിൽ ഖുതുബയാകണം എന്നത് ഇജ്മാ ആണ് ഞങ്ങൾ പറഞ്ഞത്. പൊന്മള പറയട്ടെ, ഇജ്മാ 4 മദ്ഹബിലും അതാണ് എന്നാണ് ഞാൻ പറഞ്ഞു. വല്ലിബാദത്തു ബിദൂനി ശർത്തിഹാ ഫാസിലത്തുൻ ഹറാം. ഒരു ഇബാദത്ത്, അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ, ഏത് ഇബാദത്തായാലും ശരി, ഷർത്ത് കൂടാതെ ചെയ്താൽ ഇതിന് ഫസാദ് സംഭവിച്ചു, അത് ഹറാമും ആണ്. ഈ അടിസ്ഥാനത്തിൽ എല്ലാ മദ്ഹബിന്റെ ആളുകളും ഖുതുബ മറ്റൊരു ഭാഷയിൽ നിർവഹിക്കാം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഖുതുബ അറബിയിൽ തന്നെ ആകണം. ഈ മദ്ഹബിൽ ഇവിഷയമായി സ്വന്തം കൃതികൾ തന്നെ പിൽക്കാല മുതാഖിരീങ്ങളായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അത് രചിക്കാനുള്ള കാരണം അവരുടെ കിതാബുകളിൽ കാണുന്ന ചില പരാമർശങ്ങളെ പുത്തനാശയക്കാർ പൊക്കിപ്പിടിച്ചു. ഫലോ ഖതബ ബിൽ ഫാരിസിയത്തി ജാസ എന്നൊക്കെ പറയുമ്പോ ഭാഷയിൽ ഖുതുബ ഓതിയാ ജായിസാവും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ 4 മദ്ഹബിലും ഇജ്മാ ആയി പറഞ്ഞതാണ് ഖുതുബ അറബിയിലാകണം എന്ന് നിങ്ങളാ പറഞ്ഞത്. അതാ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയുന്നത്. നിങ്ങളെ വാദമനുസരിച്ച് ഇജ്മാഇനെതിരെ ചെയ്ത ആളാണ് റോഡസ്. അതിന് 2 ഇമാമും പെട്ടു, എല്ലാ ഇമാമും പെട്ടു. അദ്ദേഹം ചെയ്തത് ഈ ബിദ്അത്ത് തന്നെയാണെന്നാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും കാന്തപുരം എ.പി. ബക്കർ മുസ്ലിയാരും എഴുതി വച്ചത്. റോഡസ് വന്നപ്പോ നിലപാട് മാറ്റിയോ? ഉടുപ്പില്ലാതെ പറയാ, അത് കർമ്മപരമായ കാര്യല്ലേ? ഇജ്മാ ആയി സ്ഥിരപ്പെട്ട കാര്യം അതിനെതിരിൽ വരുമ്പോ ഈ ഇജ്മാഇനെതിരെ വിശ്വാസവും വാദവും കർമ്മവും വന്നാൽ അത് മാറ്റി നിർത്തേണ്ട ബിദ്അത്ത് തന്നെയല്ലേ?